ഗോപിക സംസാരിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം സ്വന്തം ഇഷ്ടത്തോടെ അല്ലായിരുന്നു എന്ന് മനസ്സ് പറയണം. അതുകൊണ്ടാ ഒരിക്കൽ കൂടി തനിച്ച് കാണണമെന്ന് വിചാരിച്ചത്. ഒരു മത്സരത്തിലൂടെ സ്വന്താക്കേണ്ടതല്ലോ ഇഷ്ടവും സ്നേഹമൊക്കെ. എനിക്കും അപ്പൊ ഇതായിരുന്നു നിന്റെ ഉദ്ദേശം. ഇനി തന്നെ ഞാൻ വെറുതെ വിടില്ല. മാറി തുടങ്ങിയോ? ഇനി അവിടെ തല്ലരുത്. അത് പറയാം. നീ ആരാണ്? കൊല്ലുന്നില്ല ഞാൻ. തൊട്ടുപോകരുത്. ഇവൻ എന്ത് തെറ്റ് ചെയ്തെന്ന് ഏട്ടനീ പറയുന്നേ? ഗോപിയുടെ മനസ്സിൽ ഇപ്പോഴും ഇവനില്ലേ? ബാലഗോപാല, മറ്റുള്ളവർക്ക് ഇവൻ കാണിക്കുന്ന ഒക്കെ ഭ്രാന്താ. പക്ഷേ എനിക്കെല്ലാം മനസ്സിലാവും. പരസ്പരം സ്നേഹിക്കുന്നവരെ ഒരുമിപ്പിക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊരു പുണ്യവും എനിക്ക് കിട്ടാനില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. നിനക്ക് ഗോപിയെ വിവാഹം കഴിക്കണം. ഞാൻ സഹായിക്കാം. അതിശയിക്കണ്ട. ജീവിതത്തിൽ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യട്ടോ. നിന്റെ അമ്മാവൻ ഇന്ന് രാത്രി 11 മണിയാവുമ്പോ കൊട്ടാരത്തിന്റെ പിൻഭാഗത്തുള്ള നെൽപ്പുരയിൽ വന്നാ മതി. ഞാൻ അവളുമായിട്ട് അവിടെ എത്താം. ഗോപിക വരൂ. എന്താ? വരണം വരണം. എന്തു പറ്റി? പ്രതീക്ഷിക്കാത്ത ആളെ കണ്ടപ്പോ പേടിച്ചു പോയോ? നീ എന്തോന്നാണ് എന്നെ കുറിച്ച് കരുതിയത്? ഇനി നീ ജീവിച്ചിരുന്നാൽ നാളെ എന്റെ മകളുടെ കല്യാണം മുഹൂർത്തത്തിന് നടന്നില്ലെങ്കിലോ? അനക്കിയവന്മാര് പോരാ. നിങ്ങൾ പോയി അടിച്ചോ. എന്ത് വേണ്ട, മാറ്. അടുത്തു പോകരുത്. കൊന്നുകളെ ഞാൻ. നമ്മൾ തമ്മിൽ പഴയൊരു കണക്ക് ബാക്കിയുണ്ട്. അതൊന്ന് തീർക്കണ്ടേ? എന്നെ അമ്മയെക്കാളും വലുതാണ് ബാപ്പയ്ക്ക് പ്രതികാരമെങ്കിൽ കൊല്ല്. ഇതുകൊണ്ട് നഷ്ടപ്പെട്ടൊക്കെ നമുക്ക് തിരിച്ചു കിട്ടോക്കി കൊല്ല്. എന്തെങ്കിലും സംഭവിച്ചു പോയാ അമ്മയുടെ കണ്ണീരിന് മുമ്പില് ബാപ്പയ്ക്ക് മറുപടി പറയാൻ കഴിയും. ഉദയപുരം കൊട്ടാരത്തിലെ ഏതെങ്കിലും ഒരു ജീവൻ നിനക്ക് മതിയെങ്കിൽ ഈ വൃദ്ധൻ അതിന് തയ്യാറാണ്. ഏതാണ്ട് കേട്ടിനെക്കാണ് തല്ലിക്കൊള്ളേ മാറണേ. പയ്യെങ്കിൽ മാറ്, ഞങ്ങൾ കൊല്ലാം. വേണ്ട, നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. ഇനി വേണോ നിനക്ക് ഈ ബന്ധം? വേണ്ട, എനിക്ക്
എനിക്കൊന്നും വേണ്ട. ഞാൻ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. കേട്ടില്ലേ കേട്ടില്ലേ ഇവൻ പറഞ്ഞത്? സ്നേഹത്തിന്റെ വിലയെന്തെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എടീ കൊച്ചേ, ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ ഒന്നുകൂടി അപേക്ഷിക്കും, അടുത്ത ജന്മത്തിലെങ്കിലും മക്കളുടെ മനസ്സറിയുന്ന തന്തയ്ക്ക് പിറക്കണമെന്ന്. വിവാഹത്തിന് തടസ്സമായിട്ട് ഞങ്ങൾ ഈ ഔട്ട് ഹൗസിൽ ഉണ്ടാവില്ല. നാളെ മുഹൂർത്തത്തിന് മുമ്പേ ഞങ്ങൾ ഇവിടുന്ന് പോവാം. കല്യാണം മംഗളമായി നടക്കട്ടെ. ബാപ്പ, അനുവാദമില്ലാത്തൊരു കാര്യം ചെയ്യാ, എതിർക്കരുത്. ഗോവിന്ദട്ടാ, ഈ താക്കോല് വലിയ തിരുവൻ സ്നേഹിപ്പിക്കണം. പിടിച്ചു വാങ്ങിയിട്ട് തിരികെ ദാനം തരുന്നതല്ല. ഈ കൊട്ടാരം പകുത്ത് മാറ്റിയിട്ട് അതിന്റെ യശസ് കളയരുന്ന മനസ്സ് പറയണം. ഈ കൊട്ടാരം ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്നും. വരട്ടെ. ഇത് ഗോപിയയ്ക്ക് കൊടുക്കണം, വിവാഹ സമ്മാനമായിട്ട്. ജയിച്ചവർക്കുള്ള സമ്മാനമല്ലേ ഇത്? ഞാനിപ്പോ തോറ്റുമടങ്ങല്ലേ? ഹർഷേട്ടാ, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കണം. വിവേകമില്ലാത്ത കൂടപ്പിറപ്പ് കാട്ടിക്കൂട്ടി വികൃതികളായിട്ട് കരുതണം എല്ലാം. സന്തോഷമില്ലേ? എനിക്കത് മതി. മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കണം. സുലൈമാനെ, അബ്ദുറഹ്മാനെ, ഈ രണ്ട് കുട്ടികളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള ഒരു അന്തസ്സും ആഭിജാത്യവും അഭിമാനവും എനിക്ക് വേണ്ട. കൊണ്ടുപൊക്കോ എന്റെ മോളെ. അച്ഛൻ എന്ത് ഭ്രാന്തായി കാട്ടണേ? ശബ്ദിക്കരുത്. എന്റെ മോൾ കൈവിട്ടു പോയതിന്റെ വേദന 10-25 കൊല്ലം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടന്നവനാ ഞാൻ. വയ്യ, എനിക്കിനി ഒന്നും താങ്ങാനാവില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. വലിയേട്ടാ, കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൂട്ടിയത്. പാടിയുടെ തൊട്ടുപോകരുത് അവളെ. ഒരു നാട് ഭരിച്ചിട്ടുള്ളവനാ ഞാൻ. എനിക്ക് എന്റെ കുടുംബം ഭരിക്കാൻ ആരെയും പേടിക്കണ്ട. എന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടുന്ന് പോകാം. ഇവനും ഈ കൊട്ടാരത്തിലെ രക്തം തന്നെയാ.
നിങ്ങളെ ആരും തടയില്ല. പക്ഷേ ഒരപേക്ഷയുണ്ട്. ഈ കൊട്ടാരത്തിൽ വേറെ സന്തതികളില്ല. അവസാനത്തെ കണ്ണിയാണ് എന്റെ കുട്ടി. നിനക്ക് ഇവളോടൊത്ത് ഇവിടെ കഴിഞ്ഞൂടെ? യുവരാജാവായിട്ട് വേണ്ട, സുൽത്താനായിട്ട് മതി. ഈ ഉദയപുരം കൊട്ടാരത്തിലെ സുൽത്താൻ. തിരുമനസേ, ഈ മംഗള മുഹൂർത്തത്തിലെങ്കിലും ആ സ്വർണ്ണ കിരീടം എടുത്ത് ശിരസിലും ചെങ്കോലെടുത്ത് കയ്യിലും കൊടുത്തൂടെ? അതൊന്ന് കൺകുളിർക്കെ കാണാനുള്ള ആർത്തി കൊണ്ടാണ് കേട്ടോ. മണ്ടൻ. ഓ എടോ, അതൊക്കെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയിട്ട് കാലം എത്ര മ്യൂസിയത്തിലോ? അവിടുന്ന് ഒരു കത്ത് തന്നിരുന്നെങ്കിൽ നോമത് എടുത്തോണ്ട് പോകായിരുന്നു. അല്ലെ വരായിരുന്നു. കാണണമെങ്കിൽ ഇത്തിരി കഠിന നിഷ്ഠകളുണ്ട്. ഒരു വലിയ കാണുന്നില്ല. എന്നാ പിന്നെ ഇയാളോടൊന്ന് മാറിക്കാൻ ഒരു ശുഭകാര്യം നടക്കുകയല്ലേ, നിന്നോട്ടെ. സന്തോഷായി. സർവമംഗളാന് ഭവന്തു.